Hi, welcome to Lash Class. ബി എ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ സ്പീച്ച് അറ്റ് മഹദ് എന്ന ചാപ്റ്ററിലെ നോട്ട്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസിനുള്ള നോട്ട്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ സമ്മറി അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ നോട്ട്സ് നമ്മളിതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഫുൾ ആയിട്ടുള്ള പാരഗ്രാഫ് എസ്സേസിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പാരഗ്രാഫ് എസ്സേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് എന്തായാലും ഇതിൽ നോട്ട്സ് നോക്കാം. Describe the caste system followed in India according to Hindu tradition. ഹിന്ദു ട്രഡീഷനിലുള്ള കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അംബേദ്കർ ആ സ്പീച്ചിനകത്ത് പറയുന്നുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ചാതുർവർണ്ണ എന്നുള്ള സിസ്റ്റമാണ്. 4 കാസ്റ്റുകളായിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. ബ്രാഹ്മിൻസ്, പ്രീസ്റ്റ് ആൻഡ് സ്കോളേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റിലീജിയസ് റിച്വൽസ് ആൻഡ് ടീച്ചിങ്. അതിൽ വരുന്നത് ബ്രാഹ്മിൻസ് ആണ് ആദ്യം. അതിൽ പുരോഹിതന്മാർ, പ്രീസ്റ്റ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്. ഈ പഴയ കാലത്താണെങ്കിൽ ഗുരുനാഥന്മാർ എന്നുള്ള രീതിയിലുള്ള അത്തരം കാര്യങ്ങളാണ് ബ്രാഹ്മിൻസ് ചെയ്തിരുന്നത്. ക്ഷത്രിയാസ്, വാരിയേഴ്സ് ആൻഡ് റൂളേഴ്സ് ഹു ഗവേൺ ആൻഡ് പ്രൊട്ടക്ട്. ക്ഷത്രിയാസിനകത്ത് യോദ്ധാക്കളും അതുപോലെ തന്നെ ഭരണാധികാരികളുമാണ് വരുന്നത്. വൈശ്യാസ്, മെർച്ചൻസ് ആൻഡ് ലാൻഡ് ഓണേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ. വൈശ്യാസിനകത്ത് വരുന്നത് വ്യാപാരികളും അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ ഉടമസ്ഥരുമായിട്ടുള്ള വിഭാഗമാണ് വൈശ്യ എന്ന് പറയുന്ന അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ 4ാമത് വരുന്നതാണ് ശൂദ്രാസ് എന്ന് പറയുന്ന വിഭാഗം. ലേബറേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് സപ്പോർട്ടിംഗ് അതർ 3 വർണ്ണാസ്. അതിനകത്താണ് ലേബറേഴ്സ് വരുന്നത്. അതായത് ജോലി എടുക്കുന്ന തൊഴിലാളികളായിട്ടുള്ള താഴെ തട്ടിലുള്ള ആളുകളാണ് ശൂദ്രാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനി അംബേദ്കർ ഈ 4 വിഭാഗങ്ങൾക്ക് പുറമെ ഈ ഹിന്ദു സൊസൈറ്റിക്കകത്ത് 5ാമതൊരു വിഭാഗം കൂടി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ദളിത്സ് അല്ലെങ്കിൽ അതിശൂദ്രാസ് എന്ന് പറയുന്ന വിഭാഗം. ദി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ വർണ്ണാസ് ഫേസിംഗ് സിവിയർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദു വർണ്ണാശ്രമത്തിലെ അല്ലെങ്കിൽ ചാതുർവർണ്ണ സിസ്റ്റത്തിലുള്ള ഈ 4 ക്ലാസ്സിന് പുറമെ അതിൽ പുറത്തു നിൽക്കുന്നവരാണ് അതിശൂദ്രാസ് അല്ലെങ്കിൽ ദളിത്സ് എന്ന് പറയുന്നവർ. അവരാണ് ഏറ്റവും അധികം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹിക വിവേചനവും മറ്റും നേരിടുന്നത് എന്നുള്ള കാര്യമാണ് അംബേദ്കർ പറയുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു അംബേദ്കർ വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ദ ദളിത് പ്രൊട്ടസ്റ്റ് അറ്റ് മഹദ്? ഇനി അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ മഹദിൽ അവർ ചേർന്നിട്ടുള്ള സമ്മേളനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? നമ്മൾ കണ്ടതാണ് അവിടെ വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു അക്രമ സംഭവത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ സംഭവം നടക്കുന്നത്. പക്ഷെ അംബേദ്കർ പറയുന്നത് ആ ഒരു ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഈ സാമൂഹിക വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു വിശാലാർത്ഥത്തിലുള്ള സമരം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ചലഞ്ച് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ടു കണ്ടസ്റ്റ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഫേസ്ഡ് ബൈ ദളിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമൂഹികമായിട്ടുള്ള വിവേചനം ദളിത് വിഭാഗത്തിലുള്ള ആളുകൾ നേരിടുന്നുണ്ട്. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ അസേർട്ട് റൈറ്റ്സ് ടു ക്ലെയിം ദ റൈറ്റ് ടു ആക്സസ് പബ്ലിക് റിസോഴ്സസ് ലൈക്ക് വാട്ടർ. അവിടെ ആ ഒരു തടാകത്തിലെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണെങ്കിൽ അതിൽ മാത്രം നിൽക്കുന്നതല്ല, പൊതുവിലുള്ള റൈറ്റ്സ്, ഈ അവകാശങ്ങൾ മറ്റുള്ളവരെ പോലെ തുല്യമായിട്ട് ലഭിക്കണം എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് അംബേദ്കർ ഈ ഒരു സമരത്തിനെ കാണുന്നത്. ഹൈലൈറ്റ് ഹിപ്പോക്രസി to expose the contradiction between caste Hindus' professed values and their discriminatory practices. അതുപോലെ തന്നെ ഈ ഹിന്ദു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ അക്കാലത്തുള്ള ഇന്ത്യൻ സമൂഹത്തിലുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇവർ പറയുന്നത് ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആത്മൻ, അതുപോലെ തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുമെങ്കിലും പ്രാക്ടീസിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് സാമൂഹിക വിവേചനമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അംബേദ്കർ എടുത്തു കാണിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിലുള്ള ഒരു സാമൂഹിക വിവേചനത്തിന്റെ ചിത്രം എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഇക്വാലിറ്റിക്കും അതുപോലെ റൈറ്റ്സിനും അവകാശങ്ങൾക്കും തുല്യതകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഈ ഒരു സമ്മേളനത്തിനെ അംബേദ്കർ വ്യാഖ്യാനിക്കുന്നത്. വൈ ഡസ് അംബേദ്കർ കമ്പയർ ദ ദളിത് പ്രൊട്ടസ്റ്റ് ഇൻ മഹദ് ടു ദ ഫ്രഞ്ച് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഫ്രാൻസ്? ഇനി ഇവരിവിടെ നടത്തുന്ന ഈ സമ്മേളനത്തെ ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടന്ന ഫ്രഞ്ച് നാഷണലിസ്റ്റ് മൂവ്മെന്റുമായിട്ട് അംബേദ്കർ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? റെവല്യൂഷണറി സ്ട്രഗിൾ ബോത്ത് ആർ റെവല്യൂഷണറി മൂവ്മെന്റ്സ് ചലഞ്ചിങ് എൻട്രൻസ്ഡ് സോഷ്യൽ ഹൈറാർക്കീസ്. രണ്ടും വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. ഇന്ത്യയിലേത് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ളത്, ഫ്രാൻസിലേത്
ക്ലാസ് സിസ്റ്റം അല്ലെങ്കിൽ 3 എസ്റ്റേറ്റ് സിസ്റ്റം, പുരോഹിതര്, അതുപോലെ പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്ന് മനുഷ്യരെ ഹൈറാർക്കിയായിട്ട്, മനുഷ്യരെ തട്ടുകളായിട്ട് തരംതിരിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഫ്രാൻസിലും ഇന്ത്യയിലും ഉള്ളത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ ഇക്വാലിറ്റി. Similar to the French Revolution's push for equality, the Mahad protest seeks to confront the dismantle caste-based discrimination. അപ്പോൾ ഈ ഫ്രാൻസിൽ ഉണ്ടായിരുന്നത് ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ മാറ്റി മനുഷ്യരെ തുല്യരായി കാണുക എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ സമരത്തിന് പുറകിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടിനെയും കമ്പയർ ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ 3 proclamations made by the French Nationalist Assembly. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട 3 പ്രൊക്ലമേഷൻസ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പ്രൊക്ലമേഷൻ, അബോളിഷ്ഡ് ഫ്യൂഡൽ പ്രിവിലേജസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ ഇക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. അപ്പോൾ ഈ ഫ്യൂഡലിസ്റ്റുകൾക്ക്, ജന്മിമാർക്ക് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന അത്തരത്തിലുള്ള പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്ന പ്രിവിലേജുകൾ മാറ്റിക്കൊണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊക്ലമേഷനിൽ വരുന്നത്. സെക്കൻഡ് പ്രൊക്ലമേഷൻ, റിഫോംഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിഡ്യൂസിംഗ് ദർ ഇൻഫ്ലുവൻസ് ഓവർ സൊസൈറ്റൽ അഫയേഴ്സ്. ഇനി മതപരമായുള്ള സ്ഥാപനങ്ങൾക്ക്, പുരോഹിതന്മാർക്കൊക്കെ ഈ ഭരണകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പങ്ക്, സ്വാധീനം എന്നിവ ഇല്ലാതാക്കി എന്നുള്ളതാണ് സെക്കൻഡ് പ്രൊക്ലമേഷനിൽ വരുന്നത്. ഇനി തേർഡ് പ്രൊക്ലമേഷനിൽ വരുന്നത്, അതാണ് കിങ് ഓഫ് പ്രൊക്ലമേഷൻസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊക്ലമേഷൻ ആയിട്ട് അറിയപ്പെടുന്നതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ഫോമിംഗ് ദ ബേസിസ് ഫോർ ഡെമോക്രാറ്റിക് ഗവേണൻസ്. അവിടെ മനുഷ്യാവകാശം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം എന്നുള്ള ആ ഒരു ആശയം കൊണ്ടുവരികയും ചെയ്യുന്നത് തേർഡ് പ്രൊക്ലമേഷനിലാണ്. അതാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ബ്രീഫ്ലി ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മെൻഷൻഡ് ഇൻ ദ തേർഡ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഫ്രഞ്ച് നാഷണലിസ്റ്റ് അസംബ്ലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് പ്രൊക്ലമേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, അഫേം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് മനുഷ്യാവകാശം എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവരുന്നത്. അതായത് മനുഷ്യരായിട്ട് ജനിക്കുന്ന എല്ലാ ആളുകൾക്കും അവകാശങ്ങളുണ്ട് സമൂഹത്തിനകത്ത് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ലീഗൽ ഇക്വാലിറ്റി, ഗ്യാരണ്ടീഡ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഫോർ ഓൾ സിറ്റിസൺസ്. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഭരണാധികാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഡെമോക്രാറ്റിക് വാല്യൂസ് ലേ ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡംസ്. പിന്നെ വരുന്നത് ജനാധിപത്യം എന്നുള്ളൊരു ആശയമാണ്. ജനങ്ങൾക്കാണ് അധികാരം, അതായത് രാജാധികാരം എന്നുള്ളൊരു സംവിധാനമാണ് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിനൊരു അന്ത്യം കുറിച്ചിട്ട് ജനങ്ങളിൽ അധികാരം വരുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയും അത്തരത്തിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ അതിൽ വരുന്നത്. The plight of plebeians in ancient Roman society to establish equality. സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലീബിയൻസ് അല്ലെങ്കിൽ റോമൻ സമൂഹത്തിലുണ്ടായിരുന്ന സാധാരണക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവിടുത്തെ സാഹചര്യം വരുന്നത് സോഷ്യൽ ഡിസ്പാരിറ്റി. പ്ലീബിയൻസ് ഫേസ്ഡ് സിഗ്നിഫിക്കന്റ് ഡിസഡ്വാൻറ്റേജസ് കമ്പയർ ടു പാട്രീഷ്യൻസ്. അവിടെ പ്ലീബിയൻസ്, പാട്രീഷ്യൻസ് എന്നുള്ളൊരു സോഷ്യൽ ഹൈറാർക്കിയാണ് ഉണ്ടായിരുന്നത്. പാട്രീഷ്യൻസ് ആണ് അതിൽ ഈ പ്രിവിലേജസ് ഉള്ള മുകളിൽ നിൽക്കുന്ന വിഭാഗം. പ്ലീബിയൻസ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. Limited reforms. Reforms such as the Tribune of the Plebes provided some representation but were often undermined. അവരുടെ റിഫോംസ് ഒക്കെ നടത്തി, ഇതുപോലെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവരികയുണ്ടായി. അതുപോലെ തന്നെ ട്രിബ്യൂൺസ്, ഇവരിൽ നിന്നുള്ള ആളുകൾ തന്നെ ഈ ട്രിബ്യൂൺസ് ആയിട്ട് അല്ലെങ്കിൽ ന്യായാധിപരായിട്ട് നിയമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹെൽപ്പ്. അത് സഹായിച്ചില്ല. കാരണം നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ പാട്രീഷ്യൻസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർ വിവേചനപൂർവ്വമാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് ഇക്വാലിറ്റി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് കണ്ടിന്യൂഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്പൈറ്റ് റിഫോംസ് പാട്രീഷ്യൻസ് മെയിൻറ്റെയിൻഡ് സബ്സ്റ്റാൻഷ്യൽ പവർ ലിമിറ്റിംഗ് പ്ലീബിയൻസ് എബിലിറ്റി ടു അച്ചീവ് ട്രൂ ഇക്വാലിറ്റി. അപ്പോൾ ഈ റിഫോംസും നിയമങ്ങളും എല്ലാം കൊണ്ടുവന്നെങ്കിലും ഈ ഡിസ്ക്രിമിനേഷൻ കാരണം കൊണ്ട് അവർക്ക് ഈ ഒരു ഇക്വാലിറ്റി ലഭിക്കാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ ദ മെയിൻറ്റെയിൻഡ് സബ്സ്റ്റാൻഷ്യൽ പവർ, അവർ ഈ പുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ സമ്മറിയിലും അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം കാര്യമാണ്. ഈ ഒറാക്കിൾ ഓഫ് ഡൽഹിയിലുള്ള പുരോഹിതനാണ് ഈ ട്രിബ്യൂൺസിനെ നിയമിക്കുന്നത്. അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ അവരെ നിയമിക്കില്ല, അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമേ അവർ നിയമിക്കുള്ളൂ.
അപ്പോൾ നിയമം ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഈ പ്ലീബിയൻസ് റോമൻ സൊസൈറ്റിയിൽ ഈ വിവേചനങ്ങൾ നേരിട്ടിരുന്നത്. വാട്ട് ഈസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് സത്യാഗ്രഹ അക്കോർഡിംഗ് ടു അംബേദ്കർ? ഇനി സത്യാഗ്രഹയുടെ പുറകിലുള്ള മോട്ടീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മഹദിലുള്ള ഈ ഒരു സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വെള്ളമെടുക്കുക എന്നുള്ള വിഷയം മാത്രമല്ല, അത് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടും സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ എതിർക്കുന്നതുമായിട്ടുള്ള സമരമാണുള്ളത്. അത് സത്യാഗ്രഹത്തിന്റെ മാർഗമാണ് ഇത് സ്വീകരിക്കുന്നത്. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോൺ വയലന്റ് റെസിസ്റ്റൻസ് ടു ചലഞ്ച് ആൻഡ് റെക്ടിഫൈ സോഷ്യൽ ഇൻജസ്റ്റിസ് ത്രൂ പീസ്ഫുൾ മീൻസ്. സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനും സാമൂഹ്യ മാറ്റം കൊണ്ടുവരാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പീൽ ടു കോൺഷ്യൻസ് ടു മൊബിലൈസ് മോറൽ സപ്പോർട്ട് ആൻഡ് അപ്പീൽ ടു ദ ഒപ്രസേഴ്സ് കോൺഷ്യൻസ്. അതായത് അവരിൽ തന്നെ മാറ്റം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ തയ്യാറാവുക എന്നുള്ള രീതിയിലാണ് സത്യാഗ്രഹത്തെ അംബേദ്കർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ റിഫോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ വെള്ളം എടുക്കുക എന്നുള്ള വിഷയം മാത്രമല്ല, ആ ഒരു കാസ്റ്റ് സിസ്റ്റം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സത്യാഗ്രഹയുടെ മോട്ടീവായിട്ട് വരുന്നത്. ടു എഫക്ട് ഫണ്ടമെന്റൽ ചേഞ്ചസ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ത്രൂ മോറൽ ആൻഡ് എത്തിക്കൽ പ്രഷർ. അത് സമാധാനപരമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അംബേദ്കർ പറയുന്നത്. അംബേദ്കർ ഒരു വാർണിംഗും കൊടുക്കുന്നുണ്ട്. കാരണം സമാധാനപരമായിട്ട് ഇവിടെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഫ്രാൻസിലൊക്കെ ഉണ്ടായതുപോലെ വിപ്ലവമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ സമാധാനപരമായിട്ട് ഈ സാമൂഹ്യ മാറ്റം നടത്തുക എന്നുള്ള രീതിയിലാണ് അംബേദ്കർ ഈ ഒരു സത്യാഗ്രഹയുടെ മോട്ടീവായിട്ട് പറയുന്നത്. ഡിസ്കസ് അംബേദ്കർസ് വ്യൂസ് ഓൺ ഇന്റർ മാരേജ്. ഇനി അംബേദ്കറിന് ഇന്റർകാസ്റ്റ് മാരേജിനെ കുറിച്ചുള്ള വ്യൂസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഡിസ്മാന്റിലിംഗ് കാസ്റ്റ്. ഇന്റർ മാരേജ് ഈസ് എസെൻഷ്യൽ ഫോർ ബ്രേക്കിംഗ് ഡൗൺ കാസ്റ്റ് ബാരിയേഴ്സ്. ഈ കാസ്റ്റ് സിസ്റ്റം ഇവിടെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരേ ഒരു വഴിയായിട്ട് അംബേദ്കർ പറയുന്നത് ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്. കാരണം ആളുകൾ ഒരേ ജാതിയിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നിടത്തോളം കാലം ഇവിടെ ജാതി വ്യവസ്ഥ നിലനിൽക്കും. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ കാസ്റ്റ് മാരേജ് വേണമെന്നാണ് അംബേദ്കർ പറയുന്നത്. പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ എൻകറേജസ് സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് റിഡ്യൂസസ് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ്. അങ്ങനെ പല ജാതിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വിവാഹത്തിലൂടെ പരസ്പരം ബന്ധുക്കളാകുകയും അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പുണ്ടാവുകയും ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവസാനിക്കും എന്നാണ് അംബേദ്കർ പറയുന്നത്. പിന്നെ വരുന്നത് ഇറാഡിക്കേറ്റിംഗ് ഹയറാർക്കീസ് ആണ്. ഹെൽപ്സ് എലിമിനേറ്റ് ദ ഹയറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ബൈ ഫോസ്റ്ററിംഗ് ഇക്വാലിറ്റി ത്രൂ മിക്സ്ഡ് മാരേജസ്. അപ്പോൾ നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റത്തിന് ഒരു ഹയറാർക്കിക്കൽ സ്വഭാവമാണ്. അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നതിൽ തട്ടുകളായിട്ടൊരു സംവിധാനമാണുള്ളത്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരും ഈക്വൽ ആവുന്ന ഒരു സാഹചര്യം ഇതുപോലെ ഈ ഇന്റർ കാസ്റ്റ് മാരേജ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും, അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് അംബേദ്കർ പറയുന്നത്. വൈ ഡസ് അംബേദ്കർ ഫീൽ ദാറ്റ് the root cause of social division, the caste system, must be dissolved to abolish inequality in society? അപ്പോൾ ആളുകളുടെ ഇടയിൽ വിവേചനം ഉണ്ടാക്കുന്ന ഈ കാസ്റ്റ് സിസ്റ്റം ഇല്ലാതാക്കിയാൽ മാത്രമേ സമൂഹത്തിൽ ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് അംബേദ്കർ പറയുന്നത്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? സിസ്റ്റമിക് ഓപ്പറേഷൻ. ദ കാസ്റ്റ് സിസ്റ്റം എൻഫോഴ്സസ് റിജിഡ് സോഷ്യൽ ഹൈറാർക്കീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ബർത്ത്. ഒന്ന് നമുക്കറിയാം, അതൊരു ഡിസ്ക്രിമിനേഷന്റെ സിസ്റ്റമാണ്. അവിടെ ആളുകളെ തട്ടുകളായി തിരിക്കുകയും ചിലരെ ഉയർന്നവരും ചിലരെ താഴ്ന്നവരുമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ള ഒരു സമൂഹത്തിനകത്ത് എങ്ങനെയായാലും ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. പ്രിവെൻസ് ഇക്വാലിറ്റി. ഇറ്റ് പെർപെച്യുവേറ്റ്സ് ഇൻഇക്വാലിറ്റി ആൻഡ് പ്രിവെൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ അവരോട് പ്രത്യേക അനുകൂല താല്പര്യങ്ങളൊക്കെ ആളുകൾ കാണിക്കുക, അതുപോലെ തന്നെ ഈ മറ്റു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജാതി നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടായിരിക്കും. അപ്പൊ ജാതി ഇല്ലാതെ ആയാൽ മാത്രമേ ഒരു ഇക്വാലിറ്റി ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് നീഡ് ഫോർ കംപ്ലീറ്റ് സോഷ്യൽ റിഫോം ആണ്. അതായത് സമൂഹത്തെ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയിട്ട് ജാതി വ്യവസ്ഥ ഇല്ലാതാവണം എന്നാണ് അംബേദ്കർ പറയുന്നത്. Dismantling the caste system is essential for achieving genuine social equality and addressing the deep-rooted nature of the oppression. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഉള്ളിടത്തോളം കാലം ഈ സമൂഹത്തിനകത്ത് ഇക്വാലിറ്റി ഉണ്ടാവില്ല. കാരണം മനുഷ്യരെ പല തട്ടുകളായിട്ട് ചില ജാതി ഉയർന്നത് ചില ജാതി താഴ്ന്നത് എന്നുള്ളൊരു സിസ്റ്റമുള്ള ഒരു സമൂഹത്തിനകത്ത് ശരിയായ അർത്ഥത്തിലുള്ള ഇക്വാലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം ഇല്ലാതായാലാണ് ഇക്വാലിറ്റി ഉണ്ടാവും എന്നാണ് അംബേദ്കർ പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അൺടച്ചബിലിറ്റി ഈസ് നോട്ട് എ സിമ്പിൾ മാറ്റർ, ഇറ്റ് ഈസ് എ മദർ ഓഫ് ഓൾ അവർ പോവർട്ടി ആൻഡ് ലോലിനെസ്. അപ്പൊ അംബേദ്കർ പറയുന്നത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഈ ദളിത് വിഭാഗത്തിന്റെ ഈ പോവർട്ടി, ദാരിദ്ര്യത്തിന്റെയും ഈ ഒരു ദയനീയ അവസ്ഥയുടെ എല്ലാം കാരണം അൺടച്ചബിലിറ്റി ആണെന്നാണ്. അതാണ് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നത്.
നമുക്കറിയാം ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് സോഷ്യൽ ഹൈറാർക്കി. അൺടച്ചബിലിറ്റി അണ്ടർപിൻസ് ദി കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഹൈറാർക്കി വിച്ച് എൻഫോഴ്സസ് സിവിയർ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദളിറ്റ്സ്. ഒന്ന്, ഈ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കെതിരെ ഈ ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഈ അൺടച്ചബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വരുന്നത് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് ഈ പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട്. The practice of untouchability restricts Dalits from accessing economic opportunities, contributing to widespread poverty among them. എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു ജോലിക്ക് അവരെ വിളിക്കില്ല, അവരെ എടുക്കില്ല, അവരെ മാറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അവസരങ്ങൾ ലഭിക്കില്ല. അത് അവരുടെ പോവർട്ടിക്ക് കാരണമാകുമെന്നാണ് അംബേദ്കർ പറയുന്നത്. Perpetuates loneliness. By dehumanizing and excluding Dalits from social, economic and educational advancements, untouchability entrenches their status as low-class citizens. ഇനി എല്ലാ കാര്യത്തിൽ നിന്ന് ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ജോലി സ്ഥലത്ത് എടുക്കുന്നില്ല, അതുപോലെ തന്നെ എഡ്യൂക്കേഷന് അവരെ എടുക്കുന്നില്ല. അംബേദ്കർ ഇത് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് അംബേദ്കർ ഒരു ദളിതായത് കാരണം കൊണ്ട് ചാക്ക് വിരിച്ച് ഇരുത്തി ക്ലാസ്സിൽ പഠിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവമൊക്കെ ഉള്ള ഒരാളാണ് അംബേദ്കർ. അപ്പൊ അത്തരത്തില് ഈ എഡ്യൂക്കേഷൻ സെക്ഷനിൽ എക്കണോമിക്സ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് സോഷ്യൽ മേഖലയിലെല്ലാം തന്നെ ഇവരെ മാറ്റി നിർത്തുന്നതിലൂടെ ഇവർ ലോ ക്ലാസ് ആയിട്ട് മാറും. ഇവർക്ക് അവസരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അൺടച്ചബിലിറ്റിയാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് അംബേദ്കർ പറയുന്നു. അടുത്ത ചോദ്യം, how does Ambedkar compare the revolution led by the untouchables in Mahad with that of the French Revolution? ഇനി മഹദിലുള്ള ഈ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള ഈ ഒരു സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് അംബേദ്കർ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. റെവല്യൂഷണറി ആക്ട്. അംബേദ്കർ ലൈക്കൻസ് ദ മഹദ് പ്രൊട്ടസ്റ്റ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആസ് ബോത്ത് ആർ സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ് ചലഞ്ചിങ് എൻട്രൻസ്ഡ് സോഷ്യൽ ഹൈറാർക്കീസ്. ഹൈറാർക്കി അല്ലെങ്കിൽ മനുഷ്യരെ തട്ടുകളായിട്ട് തിരിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥയാണ് ഫ്രാൻസിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ അത് ജാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഫ്രാൻസിൽ അത് ക്ലാസ് അല്ലെങ്കിൽ വർഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിന് എതിരായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ കമ്പയർസ് ബിറ്റ്വീൻ ദം, രണ്ടിനെയും തമ്മിൽ അംബേദ്കർ കമ്പയർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഡിമാൻഡ് ഫോർ ഇക്വാലിറ്റി ആണ്. ജസ്റ്റ് ആസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ സോ ടു ഡിസ്മാൻഡിൽ ദ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ് സിസ്റ്റം, the Mahad protest aimed to dismantle the caste-based system and assert the rights of Dalits. ഫ്രഞ്ച് റെവല്യൂഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്ലാസ് സിസ്റ്റം, ഒരു വർഗ വ്യവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റിക്കൊണ്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ളത് ഒരു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ആളുകളെ തരംതിരിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് ഒരു സമത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മഹദിൽ ഇവർ ഈ കൂടിച്ചേരൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അംബേദ്കർ ഈ ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ഇവരുടെ ഈ ഒരു മുന്നേറ്റത്തെ കമ്പയർ ചെയ്യുന്നു. സോഷ്യൽ ചേഞ്ച്. Both movements sought to address systemic inequalities and demand fundamental changes in societal structures. ഇനി സോഷ്യൽ ചേഞ്ച്, ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ആയാലും ഈ മഹദിലുള്ള ഇവരുടെ കോൺഫറൻസ് ആണെങ്കിലും സംഭവിക്കുന്നത്. അത്തരത്തിൽ ഇനിക്വാലിറ്റിക്കെതിരായിട്ടുള്ള സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ ഫ്രഞ്ച് റെവല്യൂഷനെയും അതുപോലെ മഹദിലുള്ള ഈ കോൺഫറൻസിനെയും കമ്പയർ ചെയ്യുന്നത്. Describe Ambedkar's allusion to ancient Rome to explain social inequality. ഇനി ഈ ഒരു സാമൂഹിക അസമത്വത്തിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് റോമിൽ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിരുന്നു. അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഈ പ്ലീബിയൻസും പാട്രീഷ്യൻസും തമ്മിലുള്ള വിഷയമാണ്. പാട്രീഷ്യൻസ് വേഴ്സസ് പ്ലീബിയൻസ്. അംബേദ്കർ ഡ്രോസ് എ പാരലൽ ബിറ്റ്വീൻ ദ റോമൻ ക്ലാസ് സിസ്റ്റം ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം, ഹൈലൈറ്റിംഗ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദി എലൈറ്റ് ആൻഡ് ദ കോമണേഴ്സ്. റോമൻ സമൂഹത്തിനകത്ത് പാട്രീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, പ്രിവിലേജുകളുള്ള ഉയർന്നൊരു വിഭാഗവും, പ്ലീബിയൻസ് എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ നേരിടുന്ന, വിവേചനങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ അദ്ദേഹം ഈ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോമിലും അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ഫെയിൽഡ് ഇക്വാലിറ്റിയാണ്. ഈവൻ വിത്ത് റിഫോംസ് ട്രൂ ഇക്വാലിറ്റി വാസ് നോട്ട് അച്ചീവ്ഡ്. അപ്പോൾ ഈ ഒരു റിഫോംസ് കൊണ്ടുവന്നിട്ടും റോമിൽ അവിടെ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. സിമിലർ ടു ഹൗ കാസ്റ്റ് ബേസ്ഡ് റിഫോംസ് ഇൻ ഇന്ത്യ ഫെയിൽ ടു അഡ്രസ് ദ ഫണ്ടമെന്റൽ ഇഷ്യൂസ് ടു ഡിസ്ക്രിമിനേഷൻ. ഇന്ത്യയിലും അതുപോലെ ഈ അൺടച്ചബിലിറ്റിയൊക്കെ നിരോധിക്കുകയും അതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടും ആ ഒരു ഡിസ്ക്രിമിനേഷൻ അടിസ്ഥാനപരമായിട്ടവിടെ നിലനിൽക്കുന്നതിന്റെ സാഹചര്യമാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ തീം ഓഫ് അൺടച്ചബിലിറ്റി എക്സ്പ്ലെയിൻഡ് ഇൻ അംബേദ്കർ സ്പീച്ച് അറ്റ് മഹദ്. ഇനി സ്പീച്ചിനകത്ത് അദ്ദേഹം അൺടച്ചബിലിറ്റിയെ കുറിച്ച് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സിസ്റ്റമിക് ഒപ്രഷൻ.
അംബേദ്കർ ഡിസ്ക്രൈബ്സ് അൺടച്ചബിലിറ്റി ആസ് എ സിസ്റ്റമിക് ഇഷ്യൂ റൂട്ടഡ് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ അതൊരു സിസ്റ്റമിക് ഓപ്പറേഷൻ ആണ്, അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഒപ്രഷനാണ്, ഒരു അടിച്ചമർത്തലായിട്ടാണ് അൺടച്ചബിലിറ്റിയെ അദ്ദേഹം കാണുന്നത്. ദാറ്റ് പെർപെച്യുവേറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി. ഇനി ഇത് കേവലം ഒരു ആളുകൾ തമ്മിൽ പരസ്പരം സോഷ്യലായിട്ട് ഇടപഴകാത്തതിന്റെ മാത്രം പ്രശ്നമല്ല, അത് സോഷ്യൽ അതുപോലെ എക്കണോമിക് ഇനീക്വാലിറ്റിയുടെ കൂടി കാരണമാണ്. കാരണം ഇവർ അൺടച്ചബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ജോലി കൊടുക്കാതിരിക്കുക, ഇവരെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക്, സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു അസമത്വത്തിന്റെ കാരണം കൂടിയായിട്ടാണ് അദ്ദേഹം അൺടച്ചബിലിറ്റിയെ കാണുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ സെഗ്രിഗേഷൻ ആണ്. ഹി ഹൈലൈറ്റ്സ് ഹൗ അൺടച്ചബിലിറ്റി എൻഫോഴ്സസ് സോഷ്യൽ സെഗ്രിഗേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഡിനൈങ് ദളിറ്റ്സ് ബേസിക് റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. പിന്നെ സാമൂഹികമായിട്ടുള്ള വേർതിരിവാണ് അവിടെ നടക്കുന്നത്. അത് ആളുകളുടെ ജാതിയുടെ പേരിൽ ഇങ്ങനെ സാമൂഹികമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അതിലൂടെ ബേസിക് റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി, ഇവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ ഡിഗ്നിറ്റി, ഇവർ മോശക്കാരാണ്, താഴ്ന്ന ആളുകളാണെന്നുള്ളൊരു ചിന്ത അവരിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന തരത്തിൽ അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് അംബേദ്കർ അൺടച്ചബിലിറ്റിയെ കാണുന്നത്. പിന്നെ വരുന്നത് ക്രിട്ടിക് ഓഫ് കാസ്റ്റ് ഹിന്ദുസ് ആണ്. Ambedkar criticizes caste Hindus for their hypocrisy, claiming to uphold values of kindness while practicing discrimination against Dalits. പിന്നെ ഈ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു ഹിപ്പോക്രസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇവിടെ പ്രൊഫസ് ചെയ്യുന്നതെല്ലാം, ആ ഫിലോസഫിയിൽ പറയുന്നതെല്ലാം എന്താണ്? കൈൻഡ്നെസ്, അഹിംസ തുടങ്ങിയിട്ടുള്ള വാല്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രാക്ടീസിനകത്ത് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡിനയലും മനുഷ്യാവകാശ നിഷേധവുമാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഹിപ്പോക്രസിയെ കുറിച്ചിട്ടും അദ്ദേഹം ഈ അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് വിമർശിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പാരഗ്രാഫ് എസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്ത് നമുക്ക് പാരഗ്രാഫ്സ് തയ്യാറാക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഫുൾ ആയിട്ടുള്ള പാരഗ്രാഫ് ആൻസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റേഴ്സിലെയും അതുപോലെ മറ്റുള്ള ചാപ്റ്റേഴ്സിലെയും ഉൾപ്പെടെയുള്ള അതിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.